أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد وعلى آل محمد. اللهم اغفر لنا ولوالدينا ولأساتذتنا ولمشايخنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ യൂസുഫിലെ 37-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. 36-ാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന തടവ് പുള്ളികൾ അവർ രണ്ടുപേരും കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. ചോദിക്കുന്ന പശ്ചാത്തലത്തിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കൾ സദ്വൃത്തരിൽപ്പെട്ടവരായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനാലാണ് ഞങ്ങൾ കണ്ട ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അങ്ങയോട് ചോദിക്കുന്നത് എന്ന് യൂസുഫ് അലൈഹിസ്സലാമിനോട് ഇവർ രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ വർത്തമാനത്തിൽ നിന്ന് തന്നെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന് ജയിലിൽ കിടക്കുന്ന ഈ രണ്ട് തടവ് പുള്ളികളിലും ഒരു നന്മയുണ്ട് എന്ന് യൂസുഫ് അലൈഹിസ്സലാമിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 37-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായിട്ട് യൂസുഫ് അലൈഹിസ്സലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു, അവരെ ദഅവത്ത് ചെയ്യുന്നു, അവരെ സംസ്കരിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു. അള്ളാഹു പറയുന്നു, ഖാൽ, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലാ യഅതീകുമാ തുആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വരുന്നതിന് മുമ്പ് ഇല്ലാ നബ്ബഅതുകുമാ ബിതഅവീലിഹി, നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരും. അപ്പോൾ വന്ന് ചോദിച്ച ആൾക്കാർ ഉറപ്പ് നൽകുകയാണ്, അടുത്ത ഭക്ഷണത്തിൻ്റെ സമയമാകുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ച സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരും. ഖബ്ല അൻ യഅതിയകുമാ ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് പഠിപ്പിച്ചത്. ഇത് ശരിയായ വിനയത്തിൻ്റെ, താഴ്മയുടെ, അഹങ്കാരമില്ലായ്മയുടെ സംസാരമാണ്. തൻ്റെ മുന്നിൽ ശിഷ്യന്മാരായി വന്നിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ വേണമെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന് കിബ്ർ കാണിക്കാം, എനിക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ അറിയാം എന്നുള്ള ഗർവ് കാണിക്കാം. പക്ഷെ അതൊന്നും യൂസുഫ് അലൈഹിസ്സലാം കാണിച്ചില്ല. മറിച്ച് അള്ളാഹു നൽകിയ നിഅമത്തിൻ്റെ പരിപൂർണമായ മഹത്വവും പരിപൂർണമായ സ്തുതിയും അള്ളാഹുവിനാണെന്ന് തൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സഖാക്കളോട്, ഈ സഹതടവുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, 36-ാമത്തെ ആയത്ത് എങ്ങനെയാണ് അവസാനിച്ചത്? ഈ രണ്ട് തടവ് പുള്ളികളും യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നാ നറാക മുഹ്സിൻ, നിങ്ങൾ നല്ല സദ്വൃത്രനാണ്. അപ്പം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും നമ്മളെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വയ്ക്കും, എന്തുകൊണ്ടാ, നീ എന്താ എന്നിൽ കണ്ട നല്ല കാര്യം? അപ്പോൾ അതൊക്കെ പറയും. അപ്പം നമുക്കെന്ത് ചെയ്യും? കേൾക്കുന്ന സമയത്ത് ഒരു ആനന്ദം കിട്ടും. ആരെങ്കിലും പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഇവർ വന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനോട് അങ്ങ് നല്ല സദ്വൃത്തരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഏത് അമലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? വേറെന്തൊക്കെ എന്നെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊന്നും ചോദിച്ചില്ല. അദ്ദേഹം നേരെ ദഅവത്തിലേക്കാണ് കടക്കുന്നത്, പ്രബോധനത്തിലേക്കാണ് കടക്കുന്നത്. മഹാന്മാരായ നബിമാരുടെയും സഹാബികളുടെയും സ്വാലിഹീങ്ങളുടെയും രീതി അങ്ങനെ തന്നെയാണ്. അദീബിന് അർത്ത എന്ന് പറയുന്ന താബിഈയായ പണ്ഡിതൻ പറയുന്നുണ്ട്, കാന റജുലു മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ നിന്ന് ആരെങ്കിലും വാഴ്ത്തപ്പെടുകയോ പുകഴ്ത്തപ്പെടുകയൊക്കെ ചെയ്താൽ അവർ പറയും, അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, അല്ലാഹുവേ ഇവർ പറയുന്നതിൻ്റെ പേരിൽ എന്നെ നീ പിടികൂടരുത്. വഖ്ഫിർ ലിമാ ലാ യഅലമൂൻ, ഇവരെന്നെപ്പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്.
പക്ഷേ ഇവർക്കൊന്നും അറിയാത്ത പല ഹറാമുകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നീ എനിക്ക് പുറത്തു നൽകണമേ. വജഅൽനി ഖൈറൻ മിമ്മാ യظുന്നൂൻ. ഇവരെന്നെപ്പറ്റി നല്ലതാണ് പറയുന്നത്. ഞാൻ നല്ല നിസ്കാരക്കാരനാണ്, നല്ല സാലിഹാണ്, നല്ല തഖ്വയുള്ള മനുഷ്യനാണ് എന്നുള്ള, നല്ല സഹാബിയാണ്, നല്ല ഇൽമുള്ള ആളാണ് എന്നൊക്കെയുള്ള പ്രശംസയാണ് ഇവരെന്നെപ്പറ്റി പറയുന്നത്. അവരെന്താണ് എന്നെപ്പറ്റി പറയുന്നത്? അതിനേക്കാൾ ഖൈർ എനിക്ക് നൽകണമേ. അല്ലെങ്കിൽ അവരെന്താണ് എന്നെപ്പറ്റി പറയുന്നത് അതെനിക്ക് അധികരിപ്പിച്ച് നൽകണമേ. പ്രശംസിക്കപ്പെടുന്ന സമയത്ത്, അഭിനന്ദിക്കപ്പെടുന്ന സമയത്ത്, വാഴ്ത്തപ്പെടുന്ന സമയത്ത് മഹാന്മാരായ സഹാബാക്കളായിട്ടുള്ള ആളുകൾ പറഞ്ഞ ദുആയിരുന്നു ഇത്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ. അല്ലാഹു ഇവർ പറയുന്നതിൻ്റെ പേരിൽ എന്നെ പിടികൂടരുത്. വഗ്ഫിർലി അമ്മാ യഅലമൂൻ. എനിക്ക് അവർക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പലതും ചെയ്യുന്നുണ്ട്, അതെനിക്ക് നീ പുറത്തു നൽകണമേ. വജഅൽനി ഖൈറൻ മിമ്മാ യظുന്നൂൻ. ഇവർ കരുതുന്നതിനേക്കാൾ എന്നെ നീ ഉത്തമനാക്കണേ എന്ന് മഹാന്മാരായ സഹാബികളും സാലിഹ്യങ്ങളും പറയുമായിരുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാം ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. തന്നെ പ്രശംസിക്കപ്പെടുമ്പോൾ അതിൽ മതിമറന്നു പോകുന്നില്ല, മറിച്ച് അദ്ദേഹം നേരെ ദഅവത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ ഭക്ഷണം വരുന്നതിന് മുമ്പ് നിങ്ങളെ ചോദിച്ച സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയും എന്ന് പറഞ്ഞതിൻ്റെ പിറകിലുള്ള കാരണം അവരോട് സമയപരിധി ചോദിക്കലാണ്. ഒരു ടൈം, കുറച്ച് സമയം എനിക്ക് അനുവദിക്കണം എന്ന അർത്ഥത്തിൽ ചോദിക്കുകയാണ്. ദാലിക മിമ്മാ അല്ലമനി റബ്ബി. അതിനുശേഷം യൂസുഫ് അലൈഹി സ്വലാം പറയുന്നു, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഇന്നി തറക്തു മില്ലത ഖൗമിൻ, ഞാൻ ഒരു ജനതയുടെ മതത്തിനെ ഉപേക്ഷിച്ചു. എങ്ങനെയുള്ള ജനതയാണ്? ലാ യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുൽ വിശ്വസിക്കാത്ത, വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ ആഖിറത്തിൻ്റെ വിഷയത്തിൽ, പരലോകത്തിൻ്റെ വിഷയത്തിൽ അവിശ്വാസികളാണ്, നിഷേധികളാണ്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം തൻ്റെ സംസാരം ആരംഭിക്കുന്നത് തന്നെ ഞാൻ എന്തല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ ഇസ്ലാം എന്തല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാന തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ആരംഭിക്കുന്ന തന്നെ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു ഇലാഹിനെയും അംഗീകരിക്കാതെ കൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അവസ്ഥകൾ മാറി. ഇന്നത്തെ കാലത്ത് ആളുകൾ ഇസ്ലാമിലേക്ക് എങ്ങനെ ക്ഷണിക്കാമെന്നറിയാം? ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും, ഇസ്ലാമും ഹൈന്ദവ മതവും തമ്മിലുള്ള സിമിലാരിറ്റി പറഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാം ഇസ്ലാം എന്തല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സംസാരം ആരംഭിക്കുന്നത്. ഇന്ന് മതസൗഹാർദ്ദത്തിൻ്റെ നാളാണല്ലോ, കാലാണല്ലോ. അതുകൊണ്ട് മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം, മതങ്ങൾക്കിടയിലുള്ള മതങ്ങൾക്കിടയിലുള്ള സാദൃശ്യം എല്ലാം പലരും പറയും. പക്ഷെ എന്തുകൊണ്ട് ഇസ്ലാം മറ്റു മതങ്ങൾ അംഗീകരിക്കുന്നില്ല? എന്താണ് ഹൈന്ദവതയിൽ നിന്ന് ഇസ്ലാമിനെ വ്യതിരക്തമാക്കുന്ന പോയിന്റ്? ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് എന്താണ് ഇസ്ലാമിന് വ്യതിരക്തമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നില്ല. പരസ്പരമുള്ള സാദൃശ്യം മാത്രമേ പറയൂ. ആ ഒരു സാദൃശ്യം പറയുന്നതിൻ്റെ കൂടുതൽ, അതിൻ്റെ ഒരു അധികരിക്കൽ കാരണമായിട്ട് എന്ത് സംഭവിച്ചാൽ എല്ലാ മതങ്ങളും ഒന്നാണ് എന്നൊരു ചിന്ത സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും പ്രശ്നമില്ല, ഏത് വിശ്വാസം പുലർത്തിയാലും പ്രശ്നമില്ല, ഒരാൾ നല്ല മനുഷ്യനായ മതി, അയാൾക്ക് മോക്ഷം ലഭിക്കും എന്ന് പറയുന്ന ചിന്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളും ഒരൊറ്റ സത്യത്തിൽ നിന്നാണ് വന്നത് എന്നുള്ള രീതിയിലുള്ള പരിപൂർണമായും ഇസ്ലാമിന് നിരക്കാത്ത വിശ്വാസാചാരങ്ങൾ വെച്ച് പുലർത്തുകയാണ്. അതാണ് സർവമത സത്യവാദം. എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് പറയുന്ന വിശ്വാസങ്ങൾക്കൊക്കെ നാട്ടിൽ പ്രചാരം കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിം ലിബറലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മുസ്ലിം ലിബറലുകൾ എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമാക്കി, ദീനിനെ പരിപൂർണമാക്കി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. അപ്പോൾ ഈ പരിപൂർണമായിട്ടുള്ള ഇസ്ലാമിനെ ഉൾക്കൊള്ളലാണ് യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ മുസ്ലിം. എന്നാൽ ചില മുസ്ലിമീങ്ങളുണ്ട്, അവർ ഇസ്ലാം നല്ല മതമാണ്, അള്ളാഹു ഏകനായ ഇലാഹാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ മഹോന്നതനായ പ്രവാചകനാണ്. പക്ഷേ എന്നിരുന്നാലും ഇസ്ലാമിലെ പലതും മാറ്റത്തിരുത്തൽ വരുത്തേണ്ടതുണ്ട്.
കാലപ്പഴക്കം കാരണം ഇസ്ലാമിൽ ഇന്നത്തെ കാലത്ത് അനുയോജ്യമല്ലാത്ത ചില നിയമങ്ങളും ചിന്തകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇസ്ലാം നല്ല മതമാണ്. പക്ഷേ ഹിജാമുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിലെ നിയമങ്ങൾ അത് കാലപ്പഴക്കം ചെന്നുപോയി. അത് മാറ്റത്തിരുത്തി വരുത്തണം. അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അത് ഇന്നത്തെ കാലത്തെ രീതികൾക്ക് യോജിക്കുന്നതല്ല. ഇസ്ലാമിൻ്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ കൃത്യമാണ്. പക്ഷേ ഇസ്ലാം പലിശയുമായി ബന്ധപ്പെട്ട് പറയുന്ന നിയമങ്ങളൊന്നും ഇന്നത്തെ കാലത്തിന് യോജിക്കൂല എന്നുള്ള രീതിയിൽ തങ്ങളുടെ ബുദ്ധിക്കും തങ്ങളുടെ ഇച്ഛക്കും അനുയോജ്യമായ രീതിയിൽ മതത്തിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇവർ തന്നെ അവരെ പറ്റി പറയുന്നത് ഞങ്ങൾ മുസ്ലിം ലിബറലുകൾ എന്നാണ്. മുസ്ലിം ലിബറലുകൾ എന്ന് പറയുന്ന ഒരു ഇസ്ലാം ഇല്ല. ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ പരിപൂർണമായും അസ്ലമ, അള്ളാഹുവിന് വഴിപ്പെടലാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സർവ്വമത സത്യവാദമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നൊരു വാദമാണ്, എന്തിനാണ് ബലിപെരുന്നാളുടെ സമയത്ത് ഉളുഹിയത്ത് അറക്കുന്നത്? ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്താൽ പോരെ? സാധുക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. വിധവകളെ വിവാഹം കഴിപ്പിക്കാനും അനാഥകളെ നോക്കാനൊക്കെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അതേ ദീൻ തന്നെയാണ് ഉളുഹിയത്ത് അറക്കാനും അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്യാൻ പറയുന്നത്. അത് രണ്ടും വേറെ വേറെ കർമ്മങ്ങളാണ്. അപ്പൊ തങ്ങളുടെ ഇച്ഛകൾക്കും തങ്ങളുടെ ബുദ്ധിക്കും യോജിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ അവരെ പറ്റി പറയുന്നത് ഞാൻ നോൺ പ്രാക്ടീസ് മുസ്ലിം ആണെന്ന് അവർ പറയും. എന്താ നോൺ പ്രാക്ടീസ് മുസ്ലിം? അങ്ങനെ ഒരു മുസ്ലിം ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. അതായത് എൻ്റെ പേര് അഹമ്മദ് എന്നാണ്, എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഞാൻ മുസ്ലിമാണ്, ഞങ്ങളുടെ ഫാമിലി മുസ്ലിമാണ്, മാപ്പിളയാണ്, മുസ്ലിം ഉപ്പമാരാണ്, ഉമ്മമാരാണ്, ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, അള്ളാഹു ഇലാഹാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്, പ്രവാചകനാണ്, എല്ലാം ഒക്കെയാണ്. പക്ഷേ ഇസ്ലാമിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല. ചില അമലുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോമ്പ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇസ്ലാം വിലക്കിയ മദ്യവും വ്യഭിചാരവും പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ വിശ്വാസം ഉണ്ടായാൽ മതി, പ്രാക്ടീസിങ് വേണമെന്നില്ല. ഇങ്ങനെയുള്ള രീതിയിലുള്ള പല വിശ്വാസങ്ങളും സമൂഹത്തിലുണ്ട്. അവരോടെല്ലാം പറയുന്ന മറുപടിയാണ് ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ആദ്യം മഹാനായ യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ ദഅവത്ത് ആരംഭിക്കുന്നത് താൻ എന്തല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കേണ്ടത് ഞാൻ ഹിന്ദുവല്ല, ഞാൻ ക്രൈസ്തവനല്ല, ഞാൻ സർവ്വമതങ്ങളും സത്യമാണെന്ന് വാദിക്കുന്ന ഒരുവനല്ല, ഞാൻ നിരീശ്വരവാദിയല്ല, ഞാൻ ബഹുദൈവങ്ങളുണ്ട് എന്ന് വാദിക്കുന്ന ഒരാളല്ല, പരലോക ശിക്ഷയില്ല എന്ന് വാദിക്കുന്ന ഒരാളല്ല, ഞാൻ പരലോക ശിക്ഷയുണ്ട് എന്ന് പറയുകയും അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദഅവത്ത് ആരംഭിക്കേണ്ടത്. അതുതന്നെയാണ് സൂറത്തുൽ കാഫിറൂൽ കൂടി വിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചത്. സൂറത്തുൽ കാഫിറൂന് അള്ളാഹു എന്താ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്ക് ഖുറൈശികളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? നിങ്ങളുടെ ഇലാഹായ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങളെ ഇലാഹായ ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ഒക്കെ നിങ്ങളും ആരാധിക്കണം. കുറച്ചു കാലം, വർഷത്തിലെ ചില മാസങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക, ചില മാസം നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ ആ അഡ്ജസ്റ്റ്മെൻറ്റുകളോട് ഖുർആൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കണ്ട. അതാണ് ശരിയായ രീതി. അപ്പം സമൂഹത്തിൽ വേണ്ടത് മാനവിക സൗഹാർദ്ദമാണ്, മനുഷ്യ സൗഹാർദ്ദം. ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സൗഹാർദ്ദം ഉണ്ടാവണം, കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവണം. അയൽവാസികൾ ഹിന്ദുവും മുസ്ലിം ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവണം, സ്നേഹത്തിൻ്റെ പേരിലുള്ള കൈമാറ്റങ്ങൾ ഉണ്ടാവണം. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തെ കൈമാറേണ്ട ആവശ്യമില്ല. ഹൈന്ദവൻ ഫോളോ ചെയ്യുന്ന മതാചാരങ്ങളും മതവിശ്വാസങ്ങളും മുസ്ലിം കൊണ്ടു നടക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഒരു മുസ്ലിം കൊണ്ടു നടക്കുന്ന മതവിശ്വാസങ്ങളെയും മതാചാരങ്ങളെയും ഹൈന്ദവന് കൊണ്ടു നടക്കേണ്ടത് ആവശ്യമില്ല. അതേസമയം അവരുടെ മതാചാരങ്ങളെയും മതവിശ്വാസത്തെയും അവഹേളിക്കാനോ അപമാനിക്കാനോ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനും പാടില്ല.
അതാണ് വല അൻതും ആബിദൂന നിങ്ങൾ ആരാധിക്കുന്നു ഞാനും ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നു നിങ്ങളും ആരാധിക്കേണ്ടതില്ല എന്നുള്ള സൂറത്തുൽ കാഫിറുൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. തുടർന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം വീണ്ടും സംസാരിക്കുകയാണ്, വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാക്കൂബ്, ഞാൻ പിന്തുടരുന്നത് എൻ്റെ ഉപ്പാപ്പന്മാരായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ, യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തെയാണ്. ഈ ആയത്ത് പറഞ്ഞതിൽ ഒരുപാട് അർത്ഥവും ആശയമുണ്ട്. കാരണം ഇവിടെ പറയുന്ന ഇബ്രാഹിം എന്നുള്ളത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം അറിയുന്ന അബ്രഹാം നബിയാണ്. ഇവിടെ പറഞ്ഞ ഇസ്ഹാഖ് എന്നുള്ളത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം അറിയുന്ന ഇസാഖ് നബിയാണ്. അതുപോലെ തന്നെ ജാക്കബ് എന്ന പേരിൽ തൗറാത്ത് ജൂതന്മാർക്കും ക്രൈസ്തവർക്കും എല്ലാം അറിയുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷെ ജൂത ക്രൈസ്തവർ എന്താണ് പറയുന്നത്? ഇവരെല്ലാം ജൂതരാണ്, ഇവരെല്ലാം ഒരു ക്രൈസ്തവരാണ്. പക്ഷെ അവിടെ യൂസുഫ് അലൈഹി സ്വലാം മറുപടി പറയാണ്, ഇവരാരും ക്രൈസ്തവരോ ഇവരാരും ജൂതരോ ആയിരുന്നില്ല. ഈ 3 നബിമാരുടെ പിതാവ് എന്ന് പറയുന്ന ഈ 3 നബിമാരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. അത് തന്നെയാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതനസാറാക്കളോട് ചോദിക്കുകയാണ്, അം കുൻതും ശുഹദാ ഇദ ഹദറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന് മരണം ആസന്നമായ സമയത്ത് ഈ ജൂത ക്രിസ്ത്യാനികൾ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കത്തുണ്ടായിരുന്നോ? കാരണം യാക്കൂബ് അലൈഹി ഇസ്ലാം മരണം ആസന്നനായ സമയത്ത് അദ്ദേഹത്തിന്റെ 12 മക്കളെയും തന്റെ അടുത്തിരുത്തിയിട്ട് മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ആ 12 മക്കളും പറഞ്ഞു, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. അല്ലയോ ഉപ്പ, അങ്ങയുടെ മരണത്തിന് ശേഷം അങ്ങയുടെ ഇലാഹായ, അങ്ങയുടെ ഉപ്പയായ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ ഇലാഹായ, അങ്ങയുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഇലാഹായ ഇലാഹൻ വാഹിദ, ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക എന്നാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളും പറഞ്ഞത്. ആ 12 മക്കളാണ് പിന്നീട് ബനൂ ഇസ്രായേൽ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അപ്പോൾ അവരെല്ലാവരും ഏകനായ ഇലാഹിനെ ആരാധിക്കുന്നവരാണ്. അതിൽ നിന്ന് ജൂതായിസം വൈദഗ്ധ്യതാണ്, വൈകേടിലായതാണ്. ക്രൈസ്തവത വൈദഗ്ധ്യതാണ്, വൈകേടിലായതാണ്. അതിനെ തുടർന്നുള്ള സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, വഖാലു കൂനു ഹൂദൻ ഔ നസാറ, ക്രിസ്ത്യാനികളും ജൂതന്മാരും അവർ സമൂഹത്തോട് പറയുന്നു, നിങ്ങൾ ജൂതനാവുക, നിങ്ങൾ ക്രിസ്ത്യാനിയാവുക, തഹ്തദു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാൻ സാധിക്കും. അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയാണ്, കുൽ, നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ശരിയായ മാർഗം പിന്തുടരണം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജൂതനായിരുന്നില്ല, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നില്ല. ക്രിസ്ത്യാനികളും ജൂതന്മാരും എല്ലാം ആദരിക്കുന്ന നബിയാണെങ്കിലും അദ്ദേഹം ജൂതനോ ക്രിസ്ത്യാനികളായിരുന്നില്ല. മറിച്ച് ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യുന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. അവരെല്ലാ ആളുകളും മുസ്ലിമീങ്ങളായിരുന്നു. അവരെല്ലാവരും അള്ളാഹുവിന് പരിപൂർണമായി വഴങ്ങിയ ആളുകളായിരുന്നു. അപ്പൊ ഇതിൽ പറഞ്ഞതോടുകൂടി, ഈ നബിമാരെ ഉദ്ധരിക്കുന്നതോടുകൂടി ഈ നബിമാരെല്ലാം യഥാർത്ഥത്തിൽ ഏത് മാർഗത്തിലാണെന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം ആ തടവ് പുള്ളികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നു, മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത്? ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന, അള്ളാഹു എനിക്ക് ഈമാൻ നൽകി എന്നുള്ളതും അള്ളാഹു ഷിർക്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതും അള്ളാഹു എന്നോട് കാണിച്ച ഔദാര്യമാണ്. വഅലന്നാസ്, ജനങ്ങളോടും കാണിച്ച ഔദാര്യമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത്, മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല. യാതൊന്നിനെയും പങ്കു ചേർക്കാൻ, മിൻ ഷൈഇൻ, ഒന്നിനെയും പങ്കു ചേർക്കാൻ. ഈ ആയത്തിൽ കൂടി യൂസുഫ് അലൈഹി സ്വലാം പഠിപ്പിക്കുന്നത് തൗഹീദിനെയാണ്. തൊട്ടു മുമ്പുള്ള വത്തബഅതു മില്ലത ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ എന്നുള്ള പദത്തിൽ കൂടി, വാക്യത്തിൽ കൂടി പഠിപ്പിക്കുന്നത് റിസാലത്തിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാലഘട്ടത്തിൽ അയച്ച നബിമാരെയാണ്.
അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ കൂടി യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത് ആഖിറത്തിനെയാണ്, ഇല്ലേ? വഹുംബിൽ ആഖിറതിഹിം കാഫിറൂൻ, വഹുംബിൽ ആഖിറതിഹിം കാഫിറൂൻ. ഇപ്പൊ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസാര വിഷയം 3 എണ്ണാണ്. ഒന്ന് തൗഹീദ്, രണ്ടാമത്തെ പ്രവാചകന്മാരുടെ റിസാലത്ത്, 3 ആഖിറത്ത്. ഈ 3 ഉപയോഗിച്ചുകൊണ്ടാണ് ദഅവത്ത് നിർവഹിക്കേണ്ടത്. യൂസുഫ് അലൈഹി സ്വലാം ഈ 3 വിഷയത്തല്ലേ പറഞ്ഞത്? ഈ 3 വിഷയത്തിലും പെടാത്ത ഉപവിഷയങ്ങളിലേക്ക് പോയോ? ഇല്ല. സമാന്തര വിഷയങ്ങളിലേക്ക് പോയോ? ഇല്ല. മറിച്ച് ഏറ്റവും പരമപ്രധാനമായ വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാം ആ തടവ് പുള്ളികളോട് സംസാരിക്കുന്നത്. വീണ്ടും യൂസുഫ് അലൈഹി സ്വലാം സംസാരിക്കുകയാണ്, യാ സാഹിബ ഇസ്സിജിനി. ഇവിടെ നോക്കൂ, യൂസുഫ് അലൈഹി സ്വലാം എത്ര മനോഹരായിട്ടാണ്, എത്ര മാന്യതയിലാണ് തൻ്റെ പ്രബോധിത സമൂഹത്തോട് സംസാരിക്കുന്നു. നോക്കൂ, പലപ്പോഴും പ്രഭാഷകരുടെയും പ്രബോധകരുടെയും സംസാരം കേൾക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അരോചകമാണ്. ജുമായിൽ ഖുതുബ പറയുന്ന ഖത്തീബ് നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കുറ്റം പറയും, ചെറുപ്പക്കാരുടെ കുറ്റങ്ങൾ കുറവുകളൊക്കെ പറയും. ഖത്തീബ് ശരിക്കും മിമ്പറിൽ എന്താ ചെയ്യേണ്ടത്? ജനങ്ങളെ ഉത്ബോധിപ്പിക്കലാണ്, ജനങ്ങളെ ഉപദേശിക്കലാണ്. ഉപദേശം കുറ്റം പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞാലും നടക്കുമോ? ഇല്ല. ഇവിടെ നോക്കൂ, തൻ്റെ കൂടെയുള്ള 2 പേര് തടവ് പുള്ളികളായിട്ട് പോലും അവരെ യൂസുഫ് അലൈഹി സ്വലാം അഭിസംബോധന ചെയ്യുന്നത് ജയിലിൽ എൻ്റെ 2 സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാ സാഹിബ ഇസ്സിജിന്, ആ പദത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്, ജയിലിലെ എൻ്റെ 2 സുഹൃത്തുക്കളെ. അദ്ദേഹം തുടർന്ന് അവരോട് ചോദിക്കുകയാണ്, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. സർവാധികാരിയായ ഏകനായ അള്ളാഹു ആണോ ഏറ്റവും ഉത്തമം, അതല്ല വ്യത്യസ്ത രക്ഷാധികാരികളാണോ? ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമല്ലേ? ഏകനായ ഒരു ഇലാഹ്, ആ ഇലാഹ് ഏകനായതുകൊണ്ട് അയാൾ ബലഹീനല്ല, മറിച്ച് അദ്ദേഹം സർവാധികാരിയാണ്, സർവശക്തിയും സർവ കഴിവുകളും ഉള്ളവനാണ്. അവനാണോ ദൈവമാകാൻ, ഇലാഹാവാൻ ഏറ്റവും അർഹൻ, അതല്ല നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരുപാട് ബഹുദൈവങ്ങളാണോ, വ്യത്യസ്തങ്ങളായ ദൈവങ്ങളാണോ, വ്യത്യസ്തങ്ങളായ രക്ഷാധികളാണ് എന്ന ചോദ്യം ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. ഖുർആൻ പലയിടങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി, അള്ളാഹുവാണ് ഏകനായ ആരാധ്യൻ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവാണ് ഏകനായ രക്ഷാധികാരി എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ജനങ്ങളോട് ബുദ്ധി ഉപയോഗിക്കാൻ പറയാണ്. വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തുൽ അംബിയയിൽ അള്ളാഹു ചോദിക്കുന്നു, അമിത്തഖദു ആലിഹതൻ മിനൽ അർളി ഹും യുൻശിറൂൻ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അവർ ഭൂമിയിൽ വേറെ ഇലാഹുകളെ ആക്കുകയാണോ? ആ വേറെ ഇലാഹുകൾക്ക് മരിച്ചുപോയുള്ള ആളുകളെ ജീവിപ്പിക്കാൻ സാധിക്കുമോ? ഭൂമിയിൽ ഒന്നിൽ കൂടുതൽ ഇലാഹുണ്ടെങ്കിൽ ഭൂമിയിൽ ആകെ പ്രശ്നമാവൂലേ? ഒരു ഇലാഹ് മഴ പെയ്യിപ്പിക്കണം എന്ന് പറയും, മറ്റൊരു ഇലാഹ് മഴ പെയ്യിപ്പിക്കണ്ടെന്ന് പറയും. ഒരു ഇലാഹ് ഈ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിക്കാന്ന് പറയും. വേറെ 2 ഇലാഹ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഇലാഹ്, രണ്ടാമത്തെ ദൈവം വേണ്ട ഇങ്ങനെ സൃഷ്ടിക്കാന്ന് പറയും. അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവൂലേ? ഒരു രാജ്യത്ത് 2 രാജാവ് വായൂല, ഒരു കാട്ടിൽ 2 സിംഹം വായൂല. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സിസ്റ്റത്തിൽ ഒരേ സമയം 2 ഇലാഹ് ഉണ്ടാകാൻ പറ്റൂല. അപ്പം ബഹുദൈവ വിശ്വാസികൾ പറയുന്നതെല്ലാം അബദ്ധ ജഡിലമാണ് എന്ന് ആ ഖുർആനിക ആയത്തിൽ കൂടെ അള്ളാഹു പറയുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നു, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ. അള്ളാഹുവിന് മകനില്ല. ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ്. വമാ കാന മഅഹു മിൻ ഇലാഹിൻ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവവും ഇല്ല, മറ്റൊരു ഇലാഹുമില്ല, മറ്റൊരു ആരാധ്യനുമില്ല. ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ. ഒരേ സമയം 2 ഇലാഹ്, 2 ദൈവമുണ്ടെങ്കിൽ ഒരാൾ കുറെ ആൾക്കാരെ കൂട്ടിപ്പോവും, രണ്ടാമത്തെ ആറ് വേറെ കുറെ ആൾക്കാരെ കൂട്ടിപ്പോവും. അതങ്ങനെ യോജിക്കൂലല്ലോ. എല്ലാവർക്കും ഒരേ ഇലാഹല്ലേ, ഒരു റബ്ബല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. പരസ്പരം ദൈവങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടാവൂലേ, തമ്മിലടി ഉണ്ടാവൂലേ? സൂറത്തു സുമറിൽ അള്ളാഹു ചോദിക്കുന്ന അതിനേക്കാൾ മനോഹരമായ ഒരു ചോദ്യമുണ്ട്. ലറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ആള്?
റജുലൻ ഫീഹി ശുറകാ മുതശാകിസൂൻ വറജുലൻ സലമൻ ലിറജുലിൻ ഹൽ യസ്തവിയാനി മസല. ഒരു മനുഷ്യൻ, അയാൾ ഒരുപാട് രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുണ്ട്, ഒരുപാട് ദൈവങ്ങൾ. അയാളാണോ ഏറ്റവും ബുദ്ധിമാൻ, അതല്ല ഏകനായ ഒരൊറ്റ ഇലാഹിൽ ഒരൊറ്റ രക്ഷാധികാരിക്ക് കീഴ്വണങ്ങിയവനാണോ ഏറ്റവും ബുദ്ധിമാൻ? അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ മറുപടി പറയിപ്പിച്ച് ഈ തൗഹീദിനെ, ഈ ദഅവത്തിനെ സ്ഥാപിക്കുകയാണ് ഈ ആയത്തിൽ കൂടി മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. തുടർന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നു, മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹ. അള്ളാഹുവിന് പകരം നിങ്ങൾ ആരാധിക്കുന്നതെല്ലാം നിങ്ങൾ തന്നെ പേര് വെച്ചുണ്ടാക്കിയ ദൈവങ്ങളാണ്. ഇല്ലേ? പുതുതായിട്ടൊരു ദൈവത്തെ ആരംഭിക്കുകയാണെങ്കിൽ അതിനൊരു പേരിടേണ്ടി വരും, പേരിട്ട് കൊടുക്കണം. ആ പേരാരാടുന്നത്? മനുഷ്യർ. അപ്പം മനുഷ്യർക്ക് തന്നെ അറിയാം ഈ വിഗ്രഹങ്ങളെ ഞങ്ങളാണ് ഉണ്ടാക്കിയെന്ന് അറിയാം, ഈ പ്രതിമ ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഉണ്ടാക്കിയെന്ന് അറിയാം. പണ്ടൊരു കഥയുണ്ട്, ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക തച്ചനല്ലേ, അതിനെ കൊത്തി ഉണ്ടാക്കുന്ന ആള്. അയാൾ കൊത്തി 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 ഒരു കല്ലിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ളൊരു വിഗ്രഹം ഉണ്ടാക്കി. അപ്പോൾ അയാളൊന്ന് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. അയാളൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്ന സമയത്ത് സന്യാസിമാർ വന്നു, ആ വിഗ്രഹത്തെയും എടുത്തു കൊണ്ടുപോയി. അതിനെ ശുദ്ധീകരണവും അതിൻ്റെ ശുദ്ധികലശവും അതിനെ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹോമൊക്കെ തുടങ്ങി. ആ സമയത്താണ് ഇതിനെ ഇത്രയും നേരം കൊത്തിയുണ്ടാക്കി ഓടിപ്പിടിച്ച് വരുന്നത്. അയാൾ പറഞ്ഞു, കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. പറയും, ഇല്ല, ഇനി നിനക്ക് തൊടാൻ പറ്റില്ല, ഇനി നിനക്ക് തൊടാൻ അർഹതയില്ല. എന്തു തുടങ്ങി? അതിനെ ഈ വിഗ്രഹത്തിനെ, ഈ കല്ലിനെ ദൈവമാക്കുന്ന ഭാഗമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു. അപ്പം ഇത് ഇവർ തന്നെ കൈകൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഇവർക്ക് നന്നായി ബോധ്യമുണ്ട്. അതോടുകൂടി തന്നെയാണ് അതിനെ വിശ്വസിക്കുക. അതാണ് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത്, നിങ്ങൾ തന്നെ പേര് വെച്ചുണ്ടാക്കിയ ദൈവങ്ങളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അന്തു വാബാക്കും, ഒന്നുകിൽ നിങ്ങളാണ് പേരിട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതിനൊന്നും യാതൊരു തെളിവുമില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, സർവാധികാരവും അള്ളാഹുവിന് മാത്രമാകുന്നു. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ദാലികദ്ദീനുൽ ഖയ്യിം, അതാകുന്നു ശരിയായ വക്രതയില്ലാത്ത മതം. വലാകിന്ന അക്സറന്നാസ് ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. യാ സാഹിബ ഇസ്ജിനി, ഇത്രയും നേരം, അതായത് 37, 38, 39, 40 എന്നുള്ള 4 ആയത്തിൽ കൂടി യൂസുഫ് അലൈഹിസ്സലാം ആ 2 ജയിൽ പുള്ളികളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അതിനുശേഷമാണ് അവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നത് 41-ാമത്തെ ആയത്തിൽ. യാ സാഹിബ ഇസ്ജിനി, അല്ലയോ ജയിലിലെ എൻ്റെ കൂടെയുള്ള സഹവാസികളെ, സഹജയിലുകാരെ. അമ്മ അഹദുക്കുമ, എന്നാൽ നിങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങൾ രാത്രിയിൽ കണ്ട സ്വപ്നത്തെക്കുറിച്ചാണല്ലോ. ഒരാൾ കള്ളൊഴിച്ചു കൊടുക്കുന്നതും മറ്റൊരാൾ തലയിൽ പത്തിരിയും വെച്ച് നടക്കുന്നു, ആ പത്തിരിയിൽ നിന്ന് പക്ഷികൾ വന്ന് കൊത്തിത്തിന്നുന്നു, ഈ സ്വപ്നമാണല്ലോ നിങ്ങൾ കണ്ടത്. അതിൻ്റെ അർത്ഥം അമ്മ അഹദുക്കുമ ഫയസ്കി റബ്ബഹു ഖംറ, നിങ്ങളിലെ ഒരാൾ തൻ്റെ യജമാനന് കള്ള് ഒഴിച്ചു കൊടുക്കും. അമ്മൽ ആഖർ, എന്നാൽ രണ്ടാമത്തെ മനുഷ്യനോ ഫയുസ്ലബു ഫതഅകുലു തൈറു മിൻ റഅസിഹി, അയാളെ ക്രൂശിക്കപ്പെടുകയും അയാളുടെ തലയിൽ വന്ന് പക്ഷികൾ വന്നിരിക്കുകയും അയാളുടെ മൃതശരീരം ചീഞ്ഞളിയുമ്പോൾ ആ മൃതശരീരത്തിൽ നിന്ന് പക്ഷികൾ കൊത്തിത്തിന്നുകയും ചെയ്യും. ഇതാണ് സ്വപ്നത്തിൻ്റെ 2 വ്യാഖ്യാനം. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇവർ ചോദിക്കുന്നതിൻ്റെ പിറകിൽ തന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ, രാജാവിൻ്റെ കള്ളൊഴിച്ചു കൊടുക്കുകയും രാജാവിന് റൊട്ടി ഉണ്ടാക്കുകയും ചെയ്തു കൊടുക്കുന്ന 2 പേരാണ് ജയിലിൽ കഴിയുന്നത്. ഇവരുടെ ശിക്ഷ എന്താണെന്ന് ഇതുവരെ വിധി വന്നിട്ടില്ല. ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്നുകിൽ രാജാവ് 2 പേരും വെറുതെ വിടും, അല്ലെങ്കിൽ ശിക്ഷിക്കും എന്നുള്ള, രണ്ടാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ബേജാറിലാണ് ഇവർ ജയിലിൽ കഴിയുന്നത്. ആ സമയത്താണ് ഈ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിനാണ് യൂസുഫ് അലൈഹിസ്സലാം ഈ വ്യാഖ്യാനം നൽകുന്നത്. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി, തീരുമാനം അത് പറയപ്പെട്ടിരിക്കുന്നു, അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നോക്കൂ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാം എത്ര ഉന്നതമായിട്ടുള്ള സ്വഭാവമാണ് സ്വീകരിച്ചതെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം യൂസുഫ് അലൈഹിസ്സലാം
നിന്നെ ക്രൂശിക്കും, നിന്നെ കൈമരത്തിലേറ്റും, അങ്ങനെ ആ കൈമരത്തിൽ കിടന്നുകൊണ്ട് നീ മരിക്കും, മരിച്ച നിന്റെ മൃതശരീരത്തിൽ നിന്ന് പക്ഷികൾ കൊത്തിത്തുന്നും എന്ന് ഹബ്ബാസിനോട്, ആ റൊട്ടി ഉണ്ടാക്കുന്ന ആളോട് പറഞ്ഞില്ല. കള്ളൊഴിച്ചു കൊടുക്കുന്ന ആളോട് നീ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടും, അങ്ങനെ രാജാവിന് കള്ളൊഴിച്ചു കൊടുക്കുന്ന ജോലിയിൽ നീ വ്യാപൃതനാകും എന്ന് പറഞ്ഞില്ല. മറിച്ച് യൂസുഫ് അലൈഹി സ്വലാം അവിടെ ഉപയോഗിച്ച പദം, പ്രയോഗം, ഭാഷ, നിങ്ങളിൽ ഒരാൾ രക്ഷപ്പെടും, ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്നാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്? ഇവർക്ക് ബേജാറാവാതിരിക്കാൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരാളോട് നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കും, നിങ്ങളെ തുറുങ്കിലേറ്റും, നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മരണം വരുന്നത് വരെ അയാൾ ടെൻഷനോട് കൂടി ജീവിക്കണ്ടേ? തൻ്റെ ശിക്ഷ ലഭിക്കുന്നവരെ വിഷമത്തോടു കൂടി ജീവിക്കണ്ടേ? പക്ഷേ ആ വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിലെ ആരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക, ആരാണ് രക്ഷപ്പെടുക എന്ന് യൂസുഫ് അലൈഹി സ്വലാം പറയാതിരുന്നത്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാമിന് മനസ്സിലുണ്ട് ആരാണ് ഈ കൂട്ടത്തിൽ രക്ഷപ്പെടുന്നതെന്ന് കൃത്യമായി മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാം വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹു മദ്കുർനി ഇൻദ റബ്ബിക്, അക്കൂട്ടരിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾ, അതായത് രാജാവിന് കള്ളൊഴിച്ചു കൊടുക്കുന്ന ആളാണല്ലോ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അയാളോട് യൂസുഫ് അലൈഹി സ്വലാം പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞു, ഉദ്കുർനി ഇൻദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുക്കൽ എന്നെ നീ ഓർക്കുക. അതായത് നീ രാജാവിന് കള്ളു കൊഴിച്ചു കൊടുക്കുന്ന നിന്റെ പഴയ ജോലിയിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകുന്ന സമയത്ത് രാജാവിനോട് എൻ്റെ വിഷയം പറയണം. ഞാൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് ഈജിപ്തിലെ ഈ ജയിലിൽ കഴിയുന്നത്. സുലൈഖയും അബ്ദുൽ അസീസിൻ്റെയും നിർബന്ധ പ്രകാരമാണ് ഞാൻ നിരപരാധിയായി ജയിലിൽ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ രാജാവിനോട് നീ പറയണം. ഫഅൻസാഹു ശൈത്താൻ ദിക്ർ റബ്ബിഹി, പക്ഷേ ഷെയ്ത്താൻ ആ ജയിലിൽ നിന്ന് പുറത്തു കടന്ന കള്ളൊഴിച്ചു കൊടുക്കുന്ന രാജാവിൻ്റെ സേവകനെ മറപ്പിച്ചു. എന്ത് മറപ്പിച്ചു? ദിക്ർ റബ്ബിഹി, തൻ്റെ രാജാവിനോട് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യം പറയുന്നത് മറപ്പിച്ചു കളഞ്ഞു. ആളുകൾക്ക് അങ്ങനെ സംഭവിക്കും. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരാളെ രക്ഷപ്പെടുത്തി കരകയറ്റി, ചിലപ്പോൾ അവൻ രക്ഷപ്പെട്ടതിന് ശേഷം നമ്മളോട് നന്ദി കാണിക്കാൻ മറന്നു. യൂസുഫ് അലൈഹിസ്സലാമാണ് അയാൾ രക്ഷപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ജയിലിൽ കിടക്കുന്ന, ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതോടുകൂടി ജയിലിലുള്ള കാര്യമൊക്കെ ഇയാൾ മറന്നുപോയി. അപ്പം നന്ദിയുള്ളവനാവുക എന്നുള്ളത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പാഠാണ്. പ്രവാചകന്റെ ഹദീസ് ഉണ്ട്, മല്ലാ യഷ്കുരിന്നാസ ലം യഷ്കുരില്ല, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹു നന്ദി കാണിക്കില്ല. ജനങ്ങളോട് നന്ദി കാണിക്കാതെ പറഞ്ഞാൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഒരാൾ നമ്മൾ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അയാളോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. നന്ദി കാണിക്കുക, ജസാക്കുമുല്ലാഹ് ഖൈർ എന്ന് പറയുക, പിന്നീടും കാലാകാല ബന്ധം പുലർത്തുക, കാണുമ്പോൾ ചിരിക്കുക, സംസാരിക്കുക, അങ്ങനെയാണല്ലോ നന്ദി കാണിക്കുക. എന്നാൽ ചില ആളുകൾ തീരെ നന്ദി കാണിക്കില്ല. എത്ര നന്മ ചെയ്തു കൊടുത്താലും അതൊക്കെ മറക്കും, ചെയ്തു കൊടുത്ത ഉപകാരങ്ങളൊക്കെ മറക്കും, അതിന് നന്ദി ഉണ്ടാവില്ല. പക്ഷെ നന്ദി കാണിക്കണം. അങ്ങനെ നന്ദി കാണിക്കുന്ന ആളുകളോട് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുകയുള്ളൂ. ലം യഷ്കുരില്ല, അവർ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്ത മനുഷ്യരായിരിക്കും. ജനങ്ങളോട് നന്ദി കാണിക്കാത്ത മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഇയാൾ മറന്നു പോവുകയാണ്, യൂസുഫ് അലൈഹി സ്വലാം ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറന്നു പോവുകയാണ്. ഫലബിസ ഫിസ്സിജ്നി, അങ്ങനെ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ബിളഅ സിനീൻ, അല്പവർഷം കൂടി. ബിളഅ എന്ന പദത്തിനർത്ഥം 3 മുതൽ 10 വരെയുള്ള എണ്ണത്തിനാണ് ബിളഅ എന്ന് പറയുക. മഹാന്മാരെ മുഫസ്സിരിങ്ങൾ പറയുന്നത് അദ്ദേഹം 7 വർഷക്കാലമാണ് ജയിലിൽ കഴിഞ്ഞതെന്നാണ്. 7 വർഷക്കാലം. ഇതേ ആയത്തിന് തന്നെ മുഫസ്സിരിങ്ങൾ മറ്റൊരു ആശയം കൂടി പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞ അർത്ഥം? എന്താണ്? യൂസുഫ് അലൈഹിസ്സലാം ആ രാജാവിന് കള്ളൊഴിച്ചു കൊടുക്കുന്ന ആളോട് പറഞ്ഞു, നീ രാജാവിനോട് എൻ്റെ വിഷയം പറയണം. പക്ഷെ ഷെയ്ത്താൻ ആ കള്ള് ഒഴിച്ചു കൊടുക്കുന്ന ആളെ മറപ്പിച്ചു, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ വിഷയം മറപ്പിച്ചു എന്നാണല്ലോ നമ്മൾ ആ അർത്ഥം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതേ ആയത്തിൽ തന്നെ ഫഅൻസാഹു ഷെയ്ത്താൻ ദിക്ർ റബ്ബിഹി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചത് യൂസുഫ് എന്നുള്ള പദമാണ്. റബ്ബിഹി എന്നുള്ള അവിടെ ഉള്ളത്, ഹി എന്നുള്ളത് ഒരു പ്രൊണൗണാണ്. ലമീർ എന്ന അറബി പറയും. ആ ലമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമാണെന്ന് പറയുന്ന മുഫസ്സിരീങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് അർത്ഥം വരിക? യൂസുഫ് അലൈഹി ഇസ്ലാം ആ കള്ളൊഴിച്ചു കൊടുക്കുന്ന ആളോട് പറഞ്ഞു, നീ നിന്റെ രാജാവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ എൻ്റെ കാര്യം ഓർക്കണം, എൻ്റെ കാര്യം പറയണം. പക്ഷേ ഫഅൻസാഹു ഷെയ്ത്താൻ മറപ്പിച്ചു. ആരെ മറപ്പിച്ചു? യൂസുഫ് അലൈഹി ഇസ്ലാമിനെ മറപ്പിച്ചു. ദിക്ർ റബ്ബിഹി, തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തൻ്റെ അള്ളാഹുവിനോട്, തൻ്റെ റബ്ബിനോട് പറയാൻ
യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ശൈത്താൻ മറപ്പിച്ചു. അപ്പോൾ യൂസുഫ് അലൈഹി വസല്ലം ഒരു പ്രശ്നത്തിൽ പെട്ടുകിടന്ന സാഹചര്യത്തിൽ തൻ്റെ പ്രശ്നത്തെ ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട്, ഒരു മനുഷ്യനോട് പറഞ്ഞു. അയാളെ കൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതേ യൂസുഫ് അലൈഹി സ്വലാം തന്നെ തൻ്റെ പ്രശ്നത്തെ, തൻ്റെ മുസീബത്തിനെ അള്ളാഹുവോട് പറഞ്ഞില്ല, തൻ്റെ റബ്ബിനോട് പറഞ്ഞില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയില്ല. അങ്ങനെ കാവൽ തേടാത്തതിൻ്റെ പേരിൽ ഫലബിസ ഫിസ്സിജിനി ബിളഅ സിനീൻ, 7 വർഷം കൂടി അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. മഹാനായ മുഫസ്സിരി പണ്ഡിതനായ ഷെയ്ഖ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ ഈ അഭിപ്രായമാണ് പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇമാം റാസി റഹ്മഹുള്ള പറയുകയാണ്, ആളുകളോട് നമുക്ക് സഹായമൊക്കെ ചോദിക്കാം, അത് അനുവദനീയമാണ്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം എന്താ ചെയ്തത്? എൻ്റെ കാര്യം നീ രാജാവിനോട് പറയണം എന്ന് ജനങ്ങളോട്, സൃഷ്ടികളോട് സഹായം ചോദിക്കലാണ്, അത് അനുവദനീയമാണ്. പക്ഷേ മുഖറബീങ്ങളായ, സ്വാലിഹീങ്ങളായ, അമ്പിയാക്കളായ, ഔലിയാക്കളായിട്ടുള്ള ആളുകൾ അവർ ജനങ്ങളോടല്ല തങ്ങളുടെ ആവശ്യം പറയേണ്ടത്. തങ്ങളുടെ പ്രയാസം ജനങ്ങളുടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മുമ്പിലല്ല എടുത്തു വെക്കേണ്ടത്, മറിച്ച് സൃഷ്ടികളുടെ സൃഷ്ടാവിൻ്റെ മുമ്പിലാണ് അവതരിപ്പിക്കേണ്ടത്, റബ്ബിൻ്റെ മുമ്പിലാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടിയുള്ള തുറസ് ഉണ്ടാക്കി തരും. മഹാനായ ഇമാം അവർകൾ പറയുന്നു, കുല്ലമ അവ്വല ഫി അംരിൻ മിനൽ ഉമൂരി അലാ ഗൈരില്ല, അള്ളാഹു അല്ലാത്ത ആളുകളുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പോയി പറഞ്ഞാൽ സാറ ദാലിക സബബൻ ഇലൽ ബലാഇ വ ഇലൽ മിഹ്ന, അത് കാരണം പ്രയാസവും കഷ്ടപ്പാടും മാത്രമേ പിന്നീട് ഉണ്ടാവും. വൈദാ അവ്വലൽ അബ്ദു അലല്ലാഹി വലം യർജി ഇലാ അഹദിൻ മിനൽ ഖൽഖി, അതേസമയം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും മനുഷ്യരോട് പറയുകയും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഹസല ദാലിക്കൽ മത്ലൂബ് അല അഹ്സനിൽ വുജൂഹ്, ഏറ്റവും നല്ല രീതിയിൽ അത് പൂർത്തിയാക്കി കിട്ടും എന്ന് പറഞ്ഞ ശേഷം ഇമാം അർബകൾ സൂചിപ്പിക്കുന്നു, ഖദ് ഇസ്തമറത് ലി ഹാദിഹി തജ്രിബ മിൻ അവ്വലി ഉംരി ഇലാ ഹാദൽ വഖ്തില്ലദി ബലഗ്തു ഫീഹി അസ്സാബിയത വൽ 50 മിൻ ഉംരി, എൻ്റെ ആയുഷ്കാലത്തിൽ 57 വർഷക്കാലം ഞാൻ എൻ്റെ പ്രശ്നങ്ങളോ എല്ലാ പ്രയാസങ്ങളോ വരുമ്പോൾ അത് മനുഷ്യരോട്, സൃഷ്ടികളുടെ മുമ്പിൽ ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഇലാഹായ, ഞാൻ എൻ്റെ റബ്ബായ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ അതെനിക്ക് നിർവഹിച്ചു തന്നിട്ടുണ്ട്, അതെനിക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷിയാവുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.